അടുത്തയാഴ്ച യമനിൽ വധശിക്ഷ നടപ്പാക്കാനിരിക്കെ നിമിഷപ്രിയയുടെ മോചനത്തിനാം ശ്രമം ഊർജിതം. കേന്ദ്ര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ഇടപെടൽ ആവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ കേന്ദ്രത്തിന് കത്തെഴുതി. യമൻ പൗരൻ തലാൽ അബ്ദുമഹദി കൊല്ലപ്പെട്ട കേസിൽ സനായിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ വരുന്ന ബുധനാഴ്ച നടപ്പാക്കാനിരിക്കെ മോചനത്തിനായി സാധ്യമായ എല്ലാ വഴികളും തേടുകയാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. നിമിഷപ്രിയയുടെ മോചനത്തിൽ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ തേടിയുള്ള ആക്ഷൻ കൗൺസിലിന്റെ ഹർജി സുപ്രീം കോടതിയിൽ അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ മെൻഷൻ ചെയ്തു. വിഷയത്തിൽ നയതന്ത്ര ഇടപെടൽ ആവശ്യമാണെന്നും കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ചർച്ചകൾക്ക് സൗകര്യമൊരുക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകണം എന്നുമാണ് ആവശ്യം. ഹർജി തിങ്കളാഴ്ച സുപ്രീം കോടതി പരിഗണിക്കും. നിമിഷപ്രിയയുടെ മോചനത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് K. രാധാകൃഷ്ണൻ MP. എല്ലാ മാർഗത്തിലൂടെയും അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. അപ്പം അത് ത്വരിതഗതിയിലാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രിയോടും അതുപോലെ തന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററോടും ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അടിയന്തരമായി ഇടപെടണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട MP-മാരായ K. രാധാകൃഷ്ണൻ, ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, അടൂർ പ്രകാശ്, A. റഹീം, ഹാരിസ് ബീരാൻ എന്നിവർ കേന്ദ്രത്തിന് കത്തയച്ചു. യമനിലെത്തിയ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം തലാലിന്റെ കുടുംബവുമായി ചർച്ചകൾക്കുള്ള ശ്രമം തുടരുകയാണ്. 24 ഡൽഹി.